നമസ്കാരം. സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായിട്ട് ചടയമംഗലത്ത് ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രകടനത്തിന്റെ തത്സമയ സംപ്രേഷണം സാക്ഷി ടിവിയിലൂടെ ഇവർക്കും ഈ തത്സമയത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. പണിമുടക്കം വിജയിപ്പിക്കും.
സർക്കാർ തുലയട്ടെ, മോദി സർക്കാർ തുലയട്ടെ. എന്തിനു വേണ്ടി ഈ സർക്കാർ, എന്തിനു വേണ്ടി ഈ സർക്കാർ തുലയട്ടിവിടെ തുലയട്ടെ, തുലയട്ടിവിടെ തുലയട്ടെ. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ട്രേഡ് യൂണിയൻ സിന്ദാബാദ്, ട്രേഡ് യൂണിയൻ സിന്ദാബാദ്. ജയിപ്പിക്കൂ, വിജയിപ്പിക്കൂ, ജയിപ്പിക്കൂ, വിജയിപ്പിക്കൂ, പണിമുടക്കം വിജയിപ്പിക്കൂ, പണിമുടക്കം വിജയിപ്പിക്കൂ. ജീവിക്കാനാണ് ഈ സമരം, ജീവിക്കാനാണ് ഈ സമരം. ഇൻകുലാബ് സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, ട്രേഡ് യൂണിയൻ സിന്ദാബാദ്. ജയിപ്പിക്കൂ, വിജയിപ്പിക്കൂ, ജയിപ്പിക്കൂ, വിജയിപ്പിക്കൂ. ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കൂ, ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കൂ. കേന്ദ്ര സർക്കാർ തുലയട്ടെ, കേന്ദ്ര സർക്കാർ തുലയട്ടെ. തൊഴിലാളികളെ വഞ്ചിക്കൂ, മോദി സർക്കാർ തുലയട്ടെ, മോദി സർക്കാർ തുലയട്ടെ. നിങ്ങൾക്കെതിരെ ഉയരുന്നു തൊഴിലാളികളുടെ പ്രതിഷേധം, പ്രതിഷേധം ഇരമ്പട്ടെ, ആളിക്കത്തി പടരട്ടെ, ആളിക്കത്തി പടരട്ടെ, രാജ്യത്താകെ പടരട്ടെ. സംയുക്ത ട്രേഡ് യൂണിയൻ സിന്ദാബാദ്, കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ തൊഴിൽ നയങ്ങൾക്കെതിരെ ദേശീയ പണിമുടക്ക് ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളുടെ 10ഓളം ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ചടയമംഗലത്ത് ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ പ്രതിഷേധ പ്രകടനമാണ് ഇപ്പോൾ ചടയമംഗലം ടൗണിൽ നടക്കുന്നത്. അതിന് തത്സമയ ദൃശ്യങ്ങളാണ് സാക്ഷി TV പ്രേക്ഷകരിലേക്ക്. നിങ്ങൾക്കെതിരെ ഉയരുന്നു തൊഴിലാളികളുടെ പ്രതിഷേധം, തൊഴിലാളികളുടെ പ്രതിഷേധം, 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 പ്രതിഷേധം. ഈ സമരം സൂചനയാണ്, സൂചന മാത്രം. സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ ഭാവം മാറും, ഭാവം മാറും, രൂപം മാറും. തൊഴിലാളി ഐക്യം സിന്ദാബാദ്, സംയുക്ത ട്രേഡ് യൂണിയൻ സിന്ദാബാദ്, സംയുക്ത ട്രേഡ് യൂണിയൻ സിന്ദാബാദ്. ജയിപ്പിക്കൂ, വിജയിപ്പിക്കൂ, പണിമുടക്ക് സമരം വിജയിപ്പിക്കൂ, ജയിപ്പിക്കൂ നാട്ടാരെ, ജയിപ്പിക്കൂ വ്യാപാരികളെ. ട്രേഡ് യൂണിയൻ സിന്ദാബാദ്, ട്രേഡ് യൂണിയൻ സിന്ദാബാദ്, ട്രേഡ് യൂണിയൻ സിന്ദാബാദ്. ദേശീയ പണിമുടക്ക് സിന്ദാബാദ്, സ്തംഭിച്ചേ, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, അടയ്ക്കാൻ പറഞ്ഞു വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ. വരി
ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ചടയമംഗലത്ത് നടക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങളും അതുപോലെ തന്നെ സമര അനുകൂലികളും ഒക്കെ തന്നെ വളരെ ശാന്തരായിരുന്നെങ്കിലും മുത്തൂറ്റിൻ്റെ ഒരു ഇന്റർനാഷണൽ ഒരു സർവീസ് നടത്തുന്ന ഒരു സ്ഥാപനം ഇവിടെ തുറന്ന് പ്രവർത്തിച്ചിരുന്നു. അത് ഇപ്പോൾ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ അടപ്പിക്കുന്നു. ഒപ്പം തന്നെ ബഹുമാനപ്പെട്ട ചടങ്ങുകളത്തെ പോലീസ് ഉദ്യോഗസ്ഥരും അവരോട് അടയ്ക്കാൻ ആവശ്യപ്പെട്ടു. എന്ന് വെടിച്ചാൽ വളരെ ശാന്തമാണ് ചടങ്ങുകളുടെ അന്തരീക്ഷം. മൊത്തത്തിൽ സമരം ഈ ദേശീയ പണിമുടക്ക് വളരെ വിജയത്തിലാണ് ചടയമംഗലത്തെ ഒരു സ്ഥാപനങ്ങളും ഇന്ന് ഈ മുത്തൂറ്റിൻ്റെ ഈ സ്ഥാപനം ഒഴിച്ച് മറ്റൊരു സ്ഥാപനങ്ങൾ തന്നെ ഇതുവരെ തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല. സ്വകാര്യ വാഹനങ്ങളല്ലാതെ മറ്റൊരു വാഹനവും കടത്തിവിടുന്നില്ല. എന്നാൽ പന്തളം ഡിപ്പോയിൽ നിന്നും KSRTCയിലെ ഒരു സ്വിഫ്റ്റ് ബസ്സിൽ 5 പേരടങ്ങുന്ന യാത്രക്കാർ അടക്കം വന്നിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ഇടുക്കിയിൽ നിന്നും ഒരു ബസ് വന്നിരുന്നു. അത് രണ്ടും സമരാനുകൂലികൾ തടയുകയും ചടയമംഗലം KSRTC ഡിപ്പോയിൽ വർക്ക് ചെയ്തിരുന്നു. എന്നാൽ അതിൽ RCCയിലേക്ക് പോകാൻ വന്ന ഒരു രോഗി ഉണ്ടായിരുന്നു. എന്നാൽ സമരാനുകൂലികൾ വന്ന ഒരു സ്വകാര്യ വാഹനത്തിൽ അവരെ വളരെ സുരക്ഷിതമായിട്ട് RCCയിലേക്ക് പറഞ്ഞുവിടുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. പൂർണ്ണമായും ചടയമംഗലം ശാന്തമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. സ്ഥാപനമായ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഇപ്പോൾ ഈ പ്രകടനം അവസാനിക്കും. എല്ലാ തവണയും പറയണം. ഈ യോഗത്തിന്റെ അധ്യക്ഷനായി CITUവിന്റെ നേതാവ് സഖാവ് D സന്തോഷിനെ ക്ഷണിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്കറിയാം, നേരത്തെ തന്നെ പ്രഖ്യാപിച്ച രീതിയിൽ ചടയമംഗലത്ത് അക്ഷരാർത്ഥത്തിൽ മുഴുവൻ സ്ഥാപനങ്ങളും അടച്ചുകൊണ്ട് ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിലാണ് ഇന്നത്തെ നമ്മളെ ഈ പണിമുടക്കിൻ്റെ സമാപനം എന്ന നിലയ്ക്ക് ഇവിടെ പോസ്റ്റ് ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ചെറിയ യോഗം നടത്തി അവസാനിക്കണം എന്നാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. അതിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി AITCയുടെ നേതാവ് സഖാവ് വിമൽ കുമാർ സാനപ്പൻ. സഹകളെ, ദേശീയ വ്യാപകമായി നടക്കുന്ന പണിമുടക്കിന്റെ ഭാഗമായി ഇന്ന് നമ്മുടെ പ്രദേശത്ത് രാവിലെ 4:30 മണി മുതൽ എല്ലാ സ്ഥാപനങ്ങളും അടയ്ക്കുന്നതിന് നേതൃത്വം നൽകിക്കൊണ്ട് നിന്നവരാണ് നമ്മളെല്ലാവരും. തൊഴിലാളികളും കർഷകരും അതുപോലെ തന്നെ പീടികയുടെ മുതലാളിമാരും ഉദ്യോഗസ്ഥരും എല്ലാവരും പൂർണ്ണമായി നമ്മളോട് സഹകരിച്ചിരിക്കുകയാണ്. ഇതിലെ നിരന്തരമായി ആവശ്യപ്പെടുന്ന പല വിഷയങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ഉദ്ഘാടകൻ പറയും. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്നത് നമ്മുടെ പ്രാദേശികമായ CITUവിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് നിയന്ത്രിക്കുന്ന സഖാവ് D സന്തോഷാണ്. അദ്ദേഹത്തിനെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യും. അതുപോലെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് CITUവിൻ്റെ സംസ്ഥാന കമ്മിറ്റി സഖാവ് D ബാലേന്ദ്രൻ സഖാവാണ്. അദ്ദേഹം രാവിലെ 5 മണിക്ക് ഈ ചടയമംഗലത്ത് വന്ന മനുഷ്യനാണ്. ഇന്ന് രാവിലെ 5 മണി മുതൽ ട്രാൻസ്പോർട്ട് ഡിപ്പോയിൽ നിന്നിറങ്ങിയ വിരുദ്ധന്മാരിറക്കാൻ ശ്രമിച്ച വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടും അതിന് നേതൃത്വം നൽകിക്കൊണ്ടും 5 മണി മുതൽ ഇവിടെ നിന്ന ആ സഖാവ് അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തെയും ഞാൻ യോഗത്തിലേക്ക് അതുപോലെ മുതിർന്ന നേതാക്കൾ പലരും ഇവിടെ എത്തിയിട്ടുണ്ട്. CPIM-ന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് സഖാവ്, CPI-യുടെ മണ്ഡലം സെക്രട്ടറി സഖാവ് ഹരി നായർ, നമ്മുടെ ഈ പഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾക്ക് സമൂലമായി നേതൃത്വം നൽകുന്ന മുതിർന്ന നേതാക്കളായ സഖാവ് A മുസ്തഫ, അതുപോലെ തന്നെ സഖാവ് D രാജമൻ, വിനുപിള്ള, CITUവിന്റെ വിനുപിള്ള, അതുപോലെ വിനോദ്, ഷാനവാസ്, ഇങ്ങനെ നിരന്തരം നമ്മുടെ ഈ സഹകരണത്തിൽ ബന്ധപ്പെട്ട് പൂർണ്ണ നേതൃത്വം
നേതൃത്വം നൽകിക്കൊണ്ട് ഇവിടെ നിൽക്കുന്ന സഖാക്കളെയും ഇതിൽ പങ്കെടുത്ത എല്ലാ സഖാക്കളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സഹജം ക്ഷമിക്കുക എന്നൊരു വാക്കുകൂടി പറഞ്ഞ് നിർത്തുന്നു. വിപ്ലവ അഭിവാദ്യം. സഖാക്കളെ, ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സിപിഎമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗവും CIP സംസ്ഥാന കമ്മിറ്റി അംഗവുമായിട്ടുള്ള സമരത്തിന്റെ അധ്യക്ഷൻ AITUC-യുടെ നേതാവ് ഈ ധർണയുടെ അധ്യക്ഷൻ CIP-യുടെ നേതാവ് സാവ് T. സന്തോഷ് കുമാർ, ഇവിടെ പങ്കെടുത്തിട്ടുള്ള CPIM-ന്റെ ചടയമംഗലം ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി PS കുമാർ, CPI-യുടെ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി സഖാവ് നായർ, AITUC-യുടെ നേതാവും നമ്മുടെ മുതിർന്ന നേതാക്കളിൽ ഒരാളുമായിട്ടുള്ള മുസ്തഫ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ മുതിർന്ന നേതാവ് സഖാവ് T. രാജപ്പൻ നായർ, CIP-യുടെ നേതാവ് നമ്മുടെ ബാങ്ക് പ്രസിഡന്റുമായിട്ടുള്ള സഖാവ് അടക്കമുള്ള ഇടതുപക്ഷ യൂണിയൻ സംഘടനകളുടെ നേതാക്കന്മാർ, രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ, പ്രിയപ്പെട്ട സമര സഖാക്കൾ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പണിമുടക്ക് ചൊവ്വാഴ്ച അർദ്ധരാത്രി 12 മുതൽ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി 12 മണി വരെയുള്ള 24 മണിക്കൂർ നേരത്തെയാണ് രാജ്യവ്യാപകമായ പണിമുടക്ക് സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്തു. ട്രേഡ് യൂണിയനുകൾ മാത്രമല്ല, BJP ഒഴികെയുള്ള പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളും ഈ ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് തൊഴിലാളികളുടെ മാത്രമല്ല, രാജ്യത്തെ കർഷകരെയും കർഷക തൊഴിലാളികളും തൊഴിലുറപ്പ് തൊഴിലാളികളും ഉൾപ്പെടെയുള്ള സാധാരണ ജനങ്ങളുടെ ജനജീവിതത്തെ അവരുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന നിയമ സംവിധാനത്തെ എല്ലാം ഇല്ലാതാക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നയങ്ങൾ തിരുത്തിക്കുവാനുള്ള പോരാട്ടമാണ് നടക്കുന്നത് എന്നത് കണ്ടുകൊണ്ട് പ്രമുഖമായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാജ്യത്തെ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇതിനോട് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യമാണ്. രാജ്യത്തെ സമ്പത്ത് കോർപ്പറേറ്റുകൾക്ക് കൊള്ള ചെയ്യാൻ അവസരമൊക്കെ കൊടുക്കുന്ന നടപടിയാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. അവരുടെ രാജ്യത്ത് നിലനിന്നിരുന്ന പല സന്ദർഭങ്ങളിലായി ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്ന, തൊഴിലാളികൾക്ക് സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്ന എല്ലാ നിയമങ്ങളും നരേന്ദ്രമോദി ഗവൺമെന്റ് ലംഘിച്ചിരിക്കുകയാണ്. അത് ഉപേക്ഷിച്ചിരിക്കുകയാണ്. പാർലമെന്റിൽ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് അങ്ങേയറ്റം തൊഴിലാളി വിരുദ്ധമായ 4 ലേബർ കോഡുകൾ രാജ്യത്ത് നടപ്പാക്കാനുള്ള പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും അത് നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ അവർ ആരംഭിച്ചു കഴിഞ്ഞു. കേരളം പോലെയുള്ള, തമിഴ്നാട് പോലെയുള്ള ചില BJP വിരുദ്ധ ജനപക്ഷ നയങ്ങൾ സ്വീകരിക്കുന്ന ഗവൺമെന്റുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഈ ലേബർ കോഡുകൾ ഞങ്ങൾ നടപ്പാക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് തൊഴിലാളി വർഗത്തിനും നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്കും സുരക്ഷ ഒരുക്കുന്ന ഒരു പ്രതിരോധം സൃഷ്ടിക്കുവാൻ നടത്തിയിരുന്ന കാര്യം നമുക്ക് അങ്ങേയറ്റം അഭിമാനത്തോടെ ഈ സന്ദർഭത്തിൽ ഓർക്കാൻ കഴിയും. മുമ്പ് തൊഴിലാളികളുടെ കയ്യിലുള്ളവരാണെങ്കിലും അവർക്ക് സംഘടിക്കാനും അവർക്കുള്ള ട്രേഡ് യൂണിയൻ സംഘടന രൂപീകരിക്കാനും, അങ്ങനെ രൂപീകരിച്ചു കഴിഞ്ഞാൽ 45 ദിവസത്തിനുള്ളിൽ അതിന് രജിസ്ട്രേഷൻ നൽകുന്നതായിരുന്നു രാജ്യത്തെ നിയമമെങ്കിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് പുതിയ തൊഴിലാളി സംഘടനകൾക്ക് രജിസ്ട്രേഷൻ കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ തൊഴിലാളികൾ സംഘടിക്കാനുള്ള അവകാശം നൽകുന്നില്ല.
അത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ്, കുത്തകൾക്ക് വേണ്ടിയാണ്. തൊഴിലാളികളുടെ എല്ലാ അവകാശങ്ങളും കവർന്നെടുക്കുന്നതിന് ഏറ്റവും പ്രഥമമായിട്ടുള്ള BJP ഗവൺമെന്റിന്റെ നാടാണെന്ന് കാണാൻ വേണ്ടി കഴിയും. ഇപ്പൊ 11 വർഷക്കാലമായി നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് രാജ്യം ഭരിക്കുകയാണ്, BJP ഗവൺമെന്റ്. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് കഴിഞ്ഞ ഏതാണ്ട് 6 വർഷക്കാലമായി ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റുകൾ പരിശോധിച്ചാൽ ഈ 6 വർഷക്കാലമായിട്ടും ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനാണ്. ഈ 6 വർഷക്കാലമായിട്ടുള്ള ബഡ്ജറ്റുകൾ പരിശോധിച്ചാൽ തൊഴിലാളി എന്നൊരു പദപ്രയോഗം പോലും ഇന്ത്യൻ ബഡ്ജറ്റിൽ രേഖപ്പെടുത്താത്ത ബഡ്ജറ്റുകളാണ് ഇന്ത്യയിൽ അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് കാണാൻ വേണ്ടി കഴിയും. കാരണം തൊഴിലാളി എന്നൊരു പദം അതിനകത്ത് പ്രയോഗിക്കണമെങ്കിൽ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്ന ദശലക്ഷക്കണക്കിന് കോടി രൂപയുടെ നാനാ മേഖലയ്ക്ക് വകയിരുത്തുന്ന തുകകളിൽ ഒരു നിശ്ചിതമായ സംഖ്യ തൊഴിലാളി ക്ഷേമത്തിന് വേണ്ടി, തൊഴിൽ മേഖലയ്ക്ക് വേണ്ടി, വ്യവസായത്തിന് വേണ്ടി, തൊഴിൽ സംരക്ഷണത്തിന് വേണ്ടി മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. ആ നിലയിൽ ഒരു നയാ പൈസ പോലും ഇന്ത്യയുടെ ബഡ്ജറ്റിൽ മാറ്റിവെച്ചതിനെ തുടർന്നാണ് തൊഴിലാളികൾക്കായി യാതൊരുവിധ ക്ഷേമ പദ്ധതികളോ ആശ്വാസ നടപടികളോ സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, തൊഴിലാളികൾക്ക് നിലനിൽക്കുന്ന ക്ഷേമ ആശ്വാസ പദ്ധതികൾ ഒന്നൊന്നായി ഇല്ലാതാക്കുന്ന നടപടികളാണ് സ്വീകരിക്കുന്നത്. ഇതേതെങ്കിലും സംഘടിത വ്യവസായ മേഖലയിലെ റൂർക്കേല പോലെയുള്ള, ജാംഷഡ്പൂർ പോലെയുള്ള സംഘടിത വ്യവസായ മേഖലയിലെ തൊഴിലാളികൾക്ക് മാത്രം ബാധകമായ പ്രശ്നമല്ല, അവരെ ഗുരുതരമായി ബാധിക്കുമെന്നുള്ളത് ശരിയാണ്. പക്ഷേ നമ്മുടെ ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ, ചെറുകിട കച്ചവടക്കാർ, ചെറുകിട വ്യവസായ സംരംഭങ്ങൾ നടത്തുന്നവർ, എല്ലാ മേഖലയിലുമുള്ളവരെ അവരുടെ നിത്യജീവിതത്തെ, അവരുടെ തൊഴിലിനെ ഗുരുതരമായി ബാധിക്കുന്ന തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകളാണ് രാജ്യത്ത് നടപ്പാക്കാൻ അവർ ഇറങ്ങിയിരിക്കുന്നത്. അത് ഈ രാജ്യത്ത് അനുവദിക്കില്ല എന്നതാണ് ഇവിടുത്തെ ട്രേഡ് യൂണിയനുകളടക്കം ഇന്ത്യയിലെ പ്രമുഖമായിട്ടുള്ള ട്രേഡ് യൂണിയൻ സംഘടനകൾ, BMS ഒഴികെയുള്ള മുഴുവൻ യൂണിയനുകളും. BMS മാത്രമാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. അവർ പങ്കെടുക്കാതിരിക്കുന്നത് ആത്മഹത്യാപരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്ന് നിങ്ങൾ TV ചാനലിലൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും, ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിലടക്കം സമ്പൂർണമായി ഈ പണിമുടക്ക് വിജയപ്പെടുകയാണ്. അവിടെ ട്രെയിൻ ഗതാഗതം പൂർണ്ണമായി അവിടെ നിശ്ചലമായിരിക്കുകയാണ്. ഇത് ആ സംസ്ഥാനത്തെ ജനങ്ങളെത്തോളം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്ന പുതിയ നിയമമനുസരിച്ച് വോട്ടർ പട്ടികയിൽ നിന്ന് അവർ പറയുന്ന രേഖകൾ ഹാജരാക്കാത്ത 2,32,00,000 വോട്ടർമാരെ അവരുടെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്ന ഇന്ത്യൻ പൗരന്മാരെല്ലാവരെന്ന് ഔദ്യോഗികമായിട്ടല്ലെങ്കിൽ പോലും അവര് കാണുന്ന ആളുകളെ പിന്തള്ളുന്ന നടപടിയിലേക്ക് പോയിരിക്കുക. അതിനെതിരെ കടുത്ത രോഷമാണ് ബീഹാറിൽ അടക്കം ഉടലെടുക്കുന്നത്. അതെല്ലാം തന്നെ ഈ പ്രതിഷേധത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ ജീവിതവും തൊഴിലാളികളുടെ സുരക്ഷയും തൊഴിൽ സംരക്ഷണവും അവരുടെ ജീവിതമാർഗവും തകർക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഏറ്റവും ഉയർന്ന ഇന്ത്യ രാജ്യത്തെ ജനകീയ രോഷമാണ് ഇന്ന് രാജ്യവ്യാപകമായി ഈ തൊഴിലാളി സമരത്തിലൂടെ ഉയരുന്നത്. തൊഴിലുറപ്പ് പദ്ധതി നമുക്കറിയാം. നമ്മുടെ ഈ സമരത്തിലെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് ഈ പണിമുടക്കില്. കോടിക്കണക്കിന് വരുന്ന തൊഴിലാളികളാണ് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ പുതിയ പരിഷ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് രാജ്യത്ത് വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ജീവിക്കാനുള്ള കൂലി കൊടുക്കുന്നില്ല, മതിയായ സേവനം നൽകുന്നില്ല. ഒരു തരത്തിലും തൊഴിലുറപ്പ് മേഖലയിൽ തൊഴിലെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയാത്ത പുതിയ കാടൻ നിയമങ്ങൾ ആ രംഗത്ത് കൊണ്ടുവരികയാണ് ഈ പ്രക്രിയക്ക് വേണ്ടി. അതിനെ പ്രതിരോധിച്ചുകൊണ്ട്, അതിനെ നേരിട്ടുകൊണ്ട് ഈ തൊഴിലുറപ്പ് പദ്ധതി സമഗ്രമായി നടപ്പാക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം സഖാവ് പിണറായി വിജയൻ ഭരിക്കുന്ന ഈ കേരളമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇവിടെ തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കുന്നത് മാത്രമല്ല, അംഗീകൃതമായ കൂലി കൃത്യമായി നൽകുന്നത് മാത്രമല്ല, ഇവിടെ പട്ടണങ്ങളടക്കം തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കി 100 തൊഴിൽ ദിനം പൂർത്തിയാക്കുന്ന മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളിക്കും 1000 രൂപ ഫെസ്റ്റിവൽ അലവൻസ് നൽകുകയും ഇന്ത്യ രാജ്യത്ത് ആദ്യമായി മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ക്ഷേമ പദ്ധതിയും പെൻഷൻ പദ്ധതിയും ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണെന്ന് കാണാൻ വേണ്ടി കഴിയും. ഇത്തരത്തിലുള്ള ബദൽ മാർഗങ്ങൾ സ്വീകരിക്കുവാൻ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ സംഘടിതമായി അതാത് സംസ്ഥാനങ്ങളിലെ ഭരണാധികാരികൾക്ക് നേരെ, ഈ പദ്ധതികൾ തകർക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നേരെ ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രതിഷേധത്തിന്റെ ഏറ്റവും ഉയർന്ന ഒരു രൂപമാണിത്. ഏകദേശം 25 കോടിയിലധികം തൊഴിലാളികൾ ഈ 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പണിമുടക്ക് സമരത്തിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് ഇന്ന് കണക്കാക്കിയിട്ടുള്ള പൊതുവായിട്ടുള്ള സ്ഥിതി. എല്ലാ കമ്പോളങ്ങളും വളർന്നു കിടക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചു, ചടയമംഗലം പട്ടണത്തിലായ മുഴുവൻ ഈ സമരത്തിന് ആധാരമായ മുദ്രാവാക്യങ്ങൾ
നോട്ടീസുകൾ അടക്കം കൊടുത്തുകൊണ്ട് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഇത് ചെയ്യുകയാണ്. കരിങ്കാലി പണി നടത്തുന്നവർ എല്ലാ കാലത്തും പണിമുടക്കമേ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ ചടയമംഗലം KSRTC ഡിപ്പോയിലെ ഏതാണ്ട് 10-11 വരുന്ന BMSന്റെ ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഈ പണിമുടക്ക് പൊളിക്കുവാനുള്ള വെല്ലുവിളിയാണ് ഇവിടെ ഉയർത്തിയത്. ആ വെല്ലുവിളിയെ വളരെ സധൈര്യം നേരിടുവാൻ ഈ ചടയമംഗലത്തെ ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന് ആർജവത്തോടെ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. ഒരൊറ്റ വാഹനവും ചലിക്കാൻ അനുവദിച്ചില്ലെന്ന് മാത്രമല്ല, മറ്റുള്ളിടത്ത് കണ്ണുതപ്പി ഇവിടെ വന്ന 8 വാഹനങ്ങൾ അത് ഇവിടെ തടഞ്ഞു നിർത്തി ഈ പണിമുടക്ക് പൊളിക്കുവാനുള്ള തടയുവാനുള്ള കരുത്തും ഇവിടുത്തെ സംഘടന കാണിച്ചിട്ടുണ്ട്. ഇത് ഇവിടുത്തെ മാത്രമല്ല, നമ്മുടെ രാജ്യവ്യാപകമായി കാണുന്ന ഏറ്റവും പ്രധാന പ്രശ്നമാണ്. കിടക്കുന്നില്ല. ഈ കോർപ്പറേറ്റ് വൽക്കരണത്തിനും അതുപോലെ തന്നെ കുത്തകവൽക്കരണത്തിനും രാജ്യത്ത് ഉയർന്നു വരുന്ന അഴിമതിക്കും രാജ്യത്തെ വിലക്കയറ്റത്തിനും രാജ്യത്തെ തൊഴിലില്ലായ്മയ്ക്കും രാജ്യത്ത് ഉയർന്നു വരുന്ന ദാരിദ്ര്യത്തിനും അടിയന്തരമായി പരിഹാരം കാണുവാനുള്ള ജനകീയ പദ്ധതികൾക്ക് രാജ്യത്തെ ഗവൺമെന്റ് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ പ്രവർത്തകരെയും അതുപോലെ തന്നെ വിഭജനങ്ങളെയും CITUവിന്റെ പേരിൽ ഐക്യ സംഘടനകളുടെ പേരിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇവിടെ ഈ കേന്ദ്ര സർക്കാർ ഓഫീസിന് മുന്നിൽ നടക്കുന്ന ഈ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടക്കുന്ന ഈ ചടയമംഗലം ഏരിയയുടെ ഈ ശക്തമായ പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അഭിവാദ്യങ്ങൾ. സംസാരിക്കുന്നതിന് വേണ്ടി AITCയുടെ നേതാവ് സഖാവ് A. മുസ്തഫ ക്ഷണിക്കുന്നു. ഏറെ പ്രിയങ്കരനായ ഉദ്ഘാടകൻ PK ബാലേന്ദ്രൻ, സംയുക്ത ട്രേഡ് യൂണിയൻ സമരസമിതിയുടെ പ്രിയ നേതാക്കളായിട്ടുള്ള പത്മകുമാർ സാറ്, ഈ വിനോദ് സന്തോഷ്, ഏറെ പ്രിയങ്കരനായ സാവുദി രാജപ്പൻ നായർ, നമ്മുടെ രാജ്യത്തെ ഓടി വരുന്ന സംഘടിത അസംഘടിത മേഖലകളിലെയും കർഷക മേഖലകളിലെയും അധ്യാപക സർവീസ് സംഘടനാ മേഖലകളിലെയും പൊതുമേഖല, സ്വകാര്യ മേഖല എന്നീ മേഖലകളിലെയും ഇവിടെ പറഞ്ഞ കണക്ക് നിങ്ങൾ കേട്ടു. ഏതാണ്ട് 25 കോടിയിൽ പരം വരുന്ന ആധുനിക വ്യവസായത്തിലെ ബാങ്കിംഗ് മേഖലയിലെ പോസ്റ്റ് ഓഫീസ് മേഖലകളിലെ ജീവനക്കാരും തൊഴിലാളികളും അടക്കമാണ് ഈ കഴിഞ്ഞ രാത്രി 12 മണി മുതൽ സമാനതകളില്ലാത്ത ഈ സമരത്തിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഉദ്ഘാടകൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 17 പരം ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന 23ാമത് ദേശീയ പണിമുടക്കാണ് ഈ ജൂലൈ 9-ന് ഇതിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ രാജ്യവ്യാപകമായി ഏറ്റെടുത്തുകൊണ്ട് ഐക്യ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ഈ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ സഹകരിക്കാതിരിക്കുന്നതിന് ആർക്കാണ് കഴിയുക? ആർക്കും കഴിയത്തില്ല. നമ്മുടെ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നത് ബീഹാറിലാണ്. കാരണം അവിടെ തെരഞ്ഞെടുപ്പ് വരുന്നു എന്നറിയാം 2-3 മാസങ്ങൾക്കുള്ളിൽ. ഇലക്ഷൻ കമ്മീഷൻ എത്രത്തോളം തരംതാണ നടപടികളാണ് ആ കാര്യത്തിൽ സ്വീകരിക്കുന്നത് എന്ന കാര്യം സഖാക്കളൊക്കെ വായിച്ചറിഞ്ഞു. അതിനെതിരെ നമ്മുടെ പ്രസ്ഥാനങ്ങളടക്കമുള്ള 8 പാർട്ടികൾ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് എങ്ങനെയും അധികാരത്തിൽ തുടരാൻ വേണ്ടി നിതീഷ് കുമാറിന്റെ ഉൾപ്പെടെയുള്ള സഹായം നരേന്ദ്രമോദിക്ക് ഇല്ലെങ്കിൽ ഇതുമായി മുന്നോട്ട് പോകാൻ നരേന്ദ്രമോദിക്ക് കഴിയില്ല. അതിന് ഇലക്ഷൻ കമ്മീഷനെയാണ് കക്ഷി ചേർക്കേണ്ടതെങ്കിൽ അവരെ അടുപ്പിക്കും. അതിന് വേണ്ടുന്ന തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനൊന്നിനും അവർക്ക് യാതൊരു വിഷമവും ഈ കാര്യത്തിലില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട RSPയുടെ നേതൃത്വത്തിലുള്ള സമരമാണ് അല്ലെങ്കിൽ പ്രതിഷേധ പ്രകടനം ഇപ്പോൾ
KSRTC ആരംഭിച്ച് ഡിവിഷനിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ സമരത്തിന്റെ കൂടുതൽ പ്രസക്തി ഈ 9 സമരത്തിൽ തെളിയുന്നത്. അതുകൊണ്ട് തീർച്ചയായും 2019 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഈ തൊഴിൽ കോഡിന് ആവശ്യമായ ചട്ടങ്ങൾ പ്രസിദ്ധീകരിക്കാൻ നമ്മുടെ സംസ്ഥാനത്തെ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ നേരിടേണ്ടി വരുന്ന ആപത്തുകളും ചില്ലറയല്ല എന്ന കാര്യം തൊഴിലാളി സ്നേഹിതരായിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ആ ചട്ടത്തിൽ പതിയിരിക്കുന്ന, ഇവിടെ പറഞ്ഞല്ലോ, വളരെ സിമ്പിളായ കാര്യമാണ്. ഒരു യൂണിയൻ രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ മൗലികമായ അവകാശമാണ്, അധികാരമാണ്. അതിനു പോലും കഴിയാത്ത വണ്ണമുള്ള തമിഴ്നാട്ടിൽ നമ്മൾ കണ്ടില്ലേ, സാംസങ് കമ്പനി 100 കണക്കിന് വരുന്ന ആളുകൾ, 100 കണക്കിനല്ല, അവർ യൂണിയൻ രജിസ്റ്റർ ചെയ്യുവാൻ വേണ്ടി എടുത്ത മുൻകൈയും അതിനുവേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളെ അസ്ഥിരപ്പെടുത്തുന്ന രീതിയിലുള്ള സമീപനമാണ് അക്കാര്യത്തിൽ സ്വീകരിച്ചത്. ഈ അടുത്ത കാലത്ത് ഇൻഫോസിസിന്റെ ചെയർമാൻ നാരായണമൂർത്തി നടത്തിയ ഒരു പ്രസ്താവന നമ്മൾ കേട്ടതാണ്. തൊഴിൽ സമയത്തെ സംബന്ധിച്ചാണ്. ഇവിടെ ആഴ്ചയിൽ 5 ദിവസത്തെ ജോലി, മണിക്കൂറിൽ 7 ദിവസം, 7 മണിക്കൂർ നേരത്തെ ജോലി, അങ്ങനെ 35 മണിക്കൂർ. ആ 35 മണിക്കൂറിനെയാണ് ഇരട്ടിയായി 70 മണിക്കൂർ ജോലി ചെയ്താൽ എന്താ എന്നാ ചോദിക്കുന്നത്. ഞായറാഴ്ച ഉൾപ്പെടെ പണി ചെയ്താൽ എന്താ എന്ന് ചോദിക്കുന്നു. ഞായറാഴ്ച ദിവസം ഭാര്യയെ മുഖത്തോട് മുഖം കണ്ട് വീട്ടിയിരിക്കേണ്ട കാര്യം എന്തോ ഇരിക്കുന്നു എന്നതാണ് വേറെ ചെയർമാൻ പറയുന്നത്. ആ രീതിയിൽ നമ്മുടെ ജോലി സമയത്തെ സംബന്ധിക്കുന്നിടത്തോളം 8 എന്നുള്ളത് വേണ്ടി വന്നാൽ 10-12 മണിക്കൂർ വരെ പണിയെടുപ്പിക്കുവാൻ വേണ്ടിയുള്ള വ്യഗ്രതയിൽ ഈ കോർപ്പറേറ്റ് താൽപര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി കൂട്ടുനിൽക്കുന്ന നരേന്ദ്രമോദിയുടെ ഭരണകൂടം ഒന്നാകെ സപ്പോർട്ട് ചെയ്യുകയാണ്. അതിനെയാണ് നമുക്ക് എതിർക്കേണ്ടുന്നത്. മിനിമം വേജിനെ കുറിച്ചുകൂടെ പറഞ്ഞു. ഞാൻ മറ്റ് വിഷയങ്ങളിലേക്കൊന്നും കടക്കാൻ പോകുന്നില്ല. ഇവിടെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട മേഖലയെ സംബന്ധിച്ച് എന്നാൽ ഇത്തരം കാര്യങ്ങൾക്കെതിരായി ചിന്തിക്കുന്ന, ഇന്ത്യക്ക് ആകെ ഒരു മോഡലായി ചിന്തിക്കുന്ന, ഇന്ത്യക്ക് ആകെ ഒരു ബദലായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ മുന്നണിയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ ഗവൺമെന്റിനെയും നിലനിർത്തേണ്ടുന്നതിന്റെ ആവശ്യകത ഈ വക കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് തികച്ചും ബോധ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ ആദ്യം മെയ് മാസം നടത്താൻ തീരുമാനിച്ചിരുന്നതാണ്. ആ കാലയളവിൽ നമ്മുടെ രാജ്യത്തുണ്ടായ ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ട്. പഹൽഗാം ഉൾപ്പെടെയുള്ള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടുന്ന, ഈ രാജ്യത്തെ ഒരുമിച്ച് കാണേണ്ട ഒരു സാഹചര്യം ഉടലെടുത്തത് കൊണ്ടാണ് ആ ഡേറ്റ് മാറ്റി ഈ ജൂൺ 9 മാറ്റേണ്ട സാഹചര്യം കാര്യത്തിലുണ്ടായത്. അതുകൊണ്ട് സഖാക്കളെ, ഞാൻ നീട്ടി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് രാജ്യവ്യാപകമായി നടക്കുന്ന ഈ പണിമുടക്ക് നമ്മുടെ രാജ്യത്തെ സംബന്ധിക്കുന്നിടത്തോളം രാജ്യത്തിന്റെ നിലപാടാണ്. കോടാനകോടി വരുന്ന തൊഴിലാളികൾ അവരുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ്. കർഷകരെയും കർഷക തൊഴിലാളികളെയും നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങൾ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായും ഒരു സമൂഹത്തിന്റെ ആകെ തന്നെ കടപ്പാടും ബാധ്യതയുമായി ഈ കാര്യം കണ്ടുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ കിടക്കുന്നത്. ആരും നിർബന്ധിച്ചിട്ടല്ല ഒരു സ്ഥാപനവും പൂട്ടിയിട്ടിരിക്കുന്നത്. അങ്ങനെ ആരും ചിന്തിക്കുകയും വേണ്ട. നിങ്ങളൊക്കെ അതിന്റെ പ്രചാരകരായി ഈ അഭ്യർത്ഥനയുമായി സമീപിക്കുമ്പോൾ സ്നേഹത്തോടെ, സൗഹൃദത്തോടെ ഇതിൽ പങ്കുചേരണം. നിങ്ങളുടെയും പ്രതിഷേധം ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പട്ടണത്തിൽ മാത്രമല്ല, അപ്പുറത്ത് നിലമേൽ നോക്കൂ, അതിനപ്പുറത്ത് കിളിമാനൂർ നോക്കൂ, അങ്ങനെ രാജ്യമാകെ നമുക്ക് കുറെ കൂടെ കഴിയുമ്പോൾ പൊതു റിസൾട്ട് ഇപ്പോൾ നമുക്ക് കിട്ടും. ആ നിലയിൽ പരിശോധിക്കുമ്പോൾ, ആ പദ്ധതിയുടെ കയ്യിൽ കിട്ടും. പരിശോധിക്കുമ്പോൾ എത്രത്തോളം ഉത്തരവാദിത്വമാണ് പൊതുസമൂഹമടക്കം ഇതിനു വേണ്ടി പിന്തുണച്ചുകൊണ്ട് ഏറ്റെടുത്തത് എന്നുള്ള കാര്യം നമുക്ക് ബോധ്യപ്പെടും. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നടന്ന ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ പ്രവർത്തകരെയും സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ അഭിവാദ്യം ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി GS പത്മനാഭൻ. ബഹുമാന്യായ
ഉദ്ഘാടനം ചെയ്ത CIF-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും മെട്രോഡ് വർക്കേഴ്സ് യൂണിയൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയുമായ സഖാവ് PK ബാലേന്ദ്രൻ, AITUC നേതാവ് സഖാവ് A മുസ്തഫ, CPI-യുടെ നേതാവായിട്ടുള്ള AITUC നേതാവായിട്ടുള്ള വിമൽ സാറ്, സഖാവ് ബിനിപ്പിള്ള, CPI-യുടെ സെക്രട്ടറി സഖാവ് സഖാവ് അജയൻ അടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഈ ദേശീയ പണിമുടക്കിൻ്റെ ഭാഗമായി ഇവിടെ ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള പ്രിയമുള്ള കാര്യങ്ങളെല്ലാം വളരെ വിശദമായി തന്നെ ഉദ്ഘാടകനും മുസ്തഫ സാഹിബും സൂചിപ്പിച്ചു. രാവിലെ വന്ന വാർത്തകളൊക്കെ അനുസരിച്ച് ഒരിക്കലും നമ്മുടെ രാജ്യം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വിജയത്തിലേക്കാണ് ഈ ദേശീയ പണിമുടക്ക്. ഇന്ത്യയിലെ അസംഘടിതമായ 22 ഈ പണിമുടക്കിൽ പങ്കെടുക്കുകയാണ്. നരേന്ദ്രമോദിയുടെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ, രാജ്യദ്രോഹമായ നിയമങ്ങൾക്കെതിരെ ഇന്ത്യയിലെ തൊഴിലാളികൾ നടത്തുന്ന ഈ സമരത്തിൽ അഭൂതപൂർവമായ പിന്തുണയാണ് നമ്മുടെ രാജ്യത്ത് ലഭിക്കുന്നതെന്ന് രാവിലെയെല്ലാം വന്ന വാർത്തകളുണ്ട് നമുക്ക് ബോധ്യപ്പെടും. അവരെന്താണ് ചെയ്യുന്നത്? ഇവിടെ സൂചിപ്പിച്ചു, രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന 29 തൊഴിൽ നിയമങ്ങൾ, ആ തൊഴിൽ നിയമങ്ങളെ 4 ലേബർ കോഡുകളായി ചുരുക്കി ഈ രാജ്യത്തെ തകർക്കാനുള്ള എല്ലാ ലൈസൻസും ഈ രാജ്യത്തെ കുത്തക മുതലാളികൾക്ക് വിട്ടുകൊടുത്ത നരേന്ദ്രമോദിയുടെ അങ്ങേയറ്റം വികലമായ നയങ്ങൾക്കെതിരെയാണ് ഈ സമരം പ്രധാനമായും ലക്ഷ്യമിടുന്നത്. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള ആളുകൾ, വലിയ നിർബന്ധമൊന്നും വന്നില്ല, BMS ട്രേഡ് യൂണിയൻ സംഘടനകളും BJP ഒഴിച്ചുള്ള രാഷ്ട്രീയ പാർട്ടികളും ഈ സമരത്തിന് സർവാത്മന പിന്തുണയാണ്. അതിന് കാരണം ഇതനുബന്ധിച്ചതുകൊണ്ടോ അടിച്ചേൽപ്പിച്ചതുകൊണ്ടോ അല്ല, ഓരോ മനുഷ്യരെയും ഓരോ കുടുംബങ്ങളെയും ബാധിക്കുന്ന വലിയ ഒരു വിപത്തിനെ കൂട്ടായി നേരിടാൻ കഴിഞ്ഞെങ്കിൽ നമ്മുടെ ജീവിതമെല്ലാം ദുരിതത്തിലേക്ക് മാറും എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്തെ തൊഴിലാളികൾ ഇത്തരത്തിലുള്ള ഒരു സമരത്തിന് നിർലോഭമായ പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. തൊഴിലാളികളെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ സംഘടിത മേഖലയും അസംഘടിത മേഖലയും ഉണ്ട്. സംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ എണ്ണം ഓരോ ദിവസം കഴിയുമ്പോൾ നരേന്ദ്രമോദി കുറച്ചു കൊണ്ടുവരികയും നമ്മുടെ രാജ്യത്തെ തൊഴിലാളികളുടെ 90%-ലേറെ വരുന്ന ആളുകളെ സംഘടിത വിഭാഗത്തിലേക്ക് മാറ്റുകയും ചെയ്ത നരേന്ദ്രമോദിയുടെയും BJP-യുടെയും തന്ത്രമാണ് ഇന്ന് നമ്മുടെ രാജ്യത്തെ തൊഴിലാളി വർഗത്തെ അങ്ങേയറ്റം ദോഷകരമായി ബാധിക്കുന്ന വിപത്ത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ മുസ്തഫ സവാദ് സൂചിപ്പിച്ചു, 2019 ഇന്ത്യൻ പാർലമെന്റ് ഈ നിയമം കൊണ്ടുവരുന്നത്. പക്ഷേ ആ നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ നരേന്ദ്രമോദി BJP-ക്കും എത്ര ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടും കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ കരുത്തെന്താണെന്ന് മോഡി രുചിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ന് മാത്രമല്ല, ഈ സമരത്തിന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, ബീഹാറിൽ, ഹരിയാനയിൽ, രാജസ്ഥാനിൽ, പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കർഷകരും കർഷക തൊഴിലാളികളുമെല്ലാം സർവാത്മന ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഗ്രാമങ്ങളിൽ അവർ ബന്ധു പ്രഖ്യാപിക്കുകയാണ്. എന്താണ് കാര്യം? 2 വർഷക്കാലങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദി കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും കൊടുത്ത ഉറപ്പുകളൊന്നും പാലിക്കാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് അത്തരത്തിലുള്ള ഒരു സ്ഥലത്തേക്ക് ഇന്ത്യ ഗ്രാമങ്ങളിലേക്ക് അസം വ്യാപിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് അവരെല്ലാം സമരം നടത്തുന്നത്. കുത്തകളെ സൃഷ്ടിക്കുന്ന ഫാക്ടറിയാണ് നമ്മുടെ രാജ്യം എന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള യാഥാർത്ഥ്യം. മുതലാളിമാർക്ക് വേണ്ടി, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി, ധനാട്ടിന്മാർക്ക് വേണ്ടി ഈ രാജ്യത്തെ തീരെഴുതി കൊടുക്കുന്ന, അതിന്റെയെല്ലാം പങ്കുപറ്റി പാവപ്പെട്ട മനുഷ്യരെ ചതിച്ച് ഏറ്റവും അവസാനം ജാതിയുടെയും മതത്തിന്റെയും എല്ലാം പേര് പറഞ്ഞ് ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് അധികാരം കയ്യിൽ നിർത്താമെന്ന് ആഗ്രഹിക്കുന്ന BJP-ക്ക് ഇന്ത്യയിലെ ജനങ്ങളിലെ തൊഴിലാളി വർഗങ്ങൾ മാത്രമല്ല, ഇന്ത്യയിലെ ജനങ്ങളുടെ ശക്തമായ താക്കീതാണ് ഈ സമരം കണ്ടുകൊണ്ട് മാത്രമേ BJP-യെയും നിലയ്ക്ക് നിർത്താൻ കഴിയുന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ സംഘടിച്ചിട്ടുള്ള ഈ തൊഴിലാളി സംഘങ്ങളുടെ കൂട്ടായ്മയും അതിന്റെ വിജയവും നാളെ ചരിത്രത്തിന്റെ ഭാഗമായി രേഖപ്പെടുത്തപ്പെടും എന്നുള്ളത് കൂടി നമ്മൾ കാണണം.
ഈ സമരത്തിൽ പങ്കെടുത്ത ഓരോ സഖാക്കളെയും പറഞ്ഞു KSRTC-യിൽ സമരം പൊളിക്കാൻ BMS-കാർ നടത്തിയ അഭ്യാസത്തെ കുറിച്ച് പറഞ്ഞു. അന്വേഷിച്ചപ്പോൾ പലയിടത്തും ഇതേ തറവേല ഇവർ കാണിച്ചിടത്തെല്ലാം വാല് മടക്കി ഓടേണ്ട അവസ്ഥയിലേക്ക് അവിടെ തൊഴിലാളികൾ പ്രതികരിച്ചു എന്ന് പറഞ്ഞാൽ അത് തന്നെ ഈ തൊഴിൽ സമരത്തിന്റെ ഏറ്റവും വലിയ ശക്തിയായി നമ്മൾ ചൂണ്ടിക്കാണിക്കണം. നമ്മൾ കാണണം, നമ്മൾ തിരിച്ചറിയണം. സഹാക്കളെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത് ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ്. ഈ സമര പോരാട്ടത്തിൽ പങ്കെടുക്കുന്ന ഈ നാട്ടിലെ ഓരോ തൊഴിലാളി സഹാക്കളെയും പാർട്ടിയുടെ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ വാക്കുകൾ എടുക്കുന്നു. രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന വിവിധ മേഖലയിലുള്ള തൊഴിലാളികളുടെ ജീവിതം ദുസ്സഹമാക്കുകയും തൊഴിൽ സുരക്ഷ ഇല്ലാതാക്കുകയും ചെയ്യുന്ന കേന്ദ്രത്തിലെ 4 ലേബർ കോഡുകൾക്കെതിരായിട്ടുള്ള രാജ്യവ്യാപകമായ സമരമാണ് ഇന്ന് നാം പങ്കെടുത്തിരിക്കുന്നത്. ഈ സമരത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും ഈ സമരത്തിലൂടെ സംയുക്ത ട്രേഡ് യൂണിയൻ രാജ്യത്തെമ്പാടും ഉയർത്തുന്ന മുദ്രാവാക്യത്തെ സംബന്ധിച്ചും എനിക്ക് മുമ്പ് സൂചിപ്പിച്ചവർ ഇവിടെ പറയുകയാണ്. ഈ സമരം നമ്മുടെ രാജ്യത്തിന്റെ തന്നെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ്. എല്ലാ മേഖലകളിലും സ്വകാര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി കോർപ്പറേറ്റ് മുതലാളിമാർക്ക് സമ്പത്ത് കൊള്ളയടിക്കുന്നതിനുള്ള അവസരമൊരുക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ വലിയ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇടപെടലിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം BJP-യുടെ നേതാവ് തന്നെ പറയുന്ന സാഹചര്യമുണ്ടായി. രാജ്യത്ത് കോർപ്പറേറ്റുകളുടെ എണ്ണം വർദ്ധിക്കുന്നു, ശതകോടീശ്വരന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളത്. ഈ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. തൊഴിലാളികളുടെയും സാധാരണക്കാരന്റെയും നിത്യജീവിതം പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന ഈ നയം തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഐതിഹാസികമായ കുറച്ചു സമരങ്ങളാണ് രാജ്യത്തെമ്പാടും തൊഴിലാളി വർഗത്തിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാജ്യത്ത് ഈ പണിമുടക്കം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ചടയമംഗലത്ത് പിന്തിരിപ്പന്മാരുടെ പരിശ്രമങ്ങളെയും ചെറുത്തു തോൽപ്പിച്ചുകൊണ്ടാണ് സമ്പൂർണ്ണ ഈ സമരം സംയുക്ത ട്രേഡ് യൂണിയന്റെ തൊഴിലാളി സഖാക്കൾക്ക് കഴിഞ്ഞിട്ടുള്ളത്. അതിന് നേതൃത്വം കൊടുത്ത ഈ നാട്ടിലെ മുഴുവൻ തൊഴിലാളികളെയും രാജ്യത്തെ പുരോഗമന യുവജന പ്രസ്ഥാനം DYFയുടെ പേരിലുള്ള അഭിവാദ്യം കൂടി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദം. ഈ യോഗത്തിന് സംസാരിക്കുന്നതിന് വേണ്ടി CPI-യുടെ പോരാട്ട കേന്ദ്ര ഗവൺമെന്റ് തെറ്റായ തൊഴിലാളികളെയും ഉപയോഗിക്കുന്ന അടങ്ങിയിട്ടില്ല. ഇന്ന് അർദ്ധരാത്രി വരെ 24 ഒരു പണിമുടക്ക് നടക്കുകയാണ്. പണിമുടക്കുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ചടയമംഗലത്ത് നടന്ന പ്രകടനമാണ് സമാപിക്കുകയാണ്. ഈ പ്രകടനത്തിൽ പങ്കെടുത്ത മുഴുവൻ സഹാക്കളെയും യോഗത്തിൽ പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്ത CHP-യുടെ പ്രധാന കമ്മിറ്റി അംഗം ഭക്തകുമാർ, യോഗത്തിൽ സ്വാഗതം പറഞ്ഞ T. വിമൽകുമാർ തുടങ്ങിയ എല്ലാവരെയും മാധ്യമ സുഹൃത്തുക്കൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഈ പ്രകടനത്തിൽ പങ്കെടുത്ത മുഴുവൻ ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ സഹാക്കൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ യോഗം മാത്രം അവസാനിക്കുന്നോള് 24 മണിക്കൂർ പണിമുടക്കാണ്. പകുതി പോലും ആയിട്ടില്ല. നമ്മൾ തുടർന്ന് എല്ലാ മേഖലയിലും ഈ സമരം അവസാനിക്കുന്നവരെ കാണണം. ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ട് ചടയമംഗലത്തെ CHU സംയുക്ത ട്രേഡ് യൂണിയൻ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിന്റെ തത്സമയമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടത്. ഒരിക്കൽ കൂടി ചടയമംഗലത്തിലെ ടൗണിലെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് വരാം. ഇത് ഇന്ന് ഈ ഹർത്താൽ ചടയമംഗലത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ശാന്തവും ചടയമംഗലത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന വ്യാപാരി വ്യവസായികളാകട്ടെ, ചെറുകിട കച്ചവടക്കാരാകട്ടെ, ടാക്സി, ഓട്ടോ ഡ്രൈവേഴ്സ് ആകട്ടെ, അങ്ങനെ കൂടുതലും സഹകരിച്ചുകൊണ്ട് വളരെ ശാന്തമായി ഒരർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ ചടയമംഗലം ദേശീയ പണിമുടക്ക് ഈ സമയം വരെയും പൂർണ്ണമാണ്, വൻ വിജയമാണ് എന്ന് തന്നെ പറയാം. ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള കടകമ്പോളങ്ങൾ മുഴുവനായി ഇപ്പോഴും അടഞ്ഞുകിടക്കുന്നു. ഒരു സ്ഥാപനങ്ങൾ പോലും തുറന്നു പ്രവർത്തിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ ഈ നമ്മുടെ ടൗൺ കേന്ദ്രീകരിച്ചിട്ടുള്ള സർക്കാർ സ്ഥാപനങ്ങൾ പോലും പിന്നെ തുറന്നു പ്രവർത്തിക്കാനുള്ള ശ്രമം നടന്നിട്ടില്ല. എല്ലാവരും ഈ പണിമുടക്കിനെ
സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ ഈ റോഡിൻ്റെ ഇരുവശങ്ങളുള്ള കമ്പോളങ്ങളാണ് പൂർണ്ണമായും ചടയമംഗലത്ത് ശാന്തമായ ദേശീയ പണിപ്പുറത്ത് വ്യാപിച്ചിരിക്കുന്നത്. സാധനങ്ങൾ മാത്രമാണ് ഈ സ്ഥലങ്ങൾ കൂടി കടന്നു പോകുന്നത്. സ്വകാര്യ വാഹനങ്ങളിൽ പോകുന്നതിനും അവരെ യാത്രക്കാരെ ബുദ്ധിമുട്ടുന്നതിനും വേണ്ടി സമരാനുകൂലികൾ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ഒന്ന് രണ്ട് KSRTC ബസ്സുകൾ വന്നിരുന്നു. അവയൊക്കെ തന്നെ KSRTCയിലെ ചടയമംഗലം ഡിപ്പോയിലേക്ക് മാറ്റി അതിൻ്റെ യാത്രക്കാരെ സുരക്ഷിതമായി തന്നെ അവർക്ക് വാഹന സൗകര്യം ഒരുക്കിക്കൊടുത്ത് അവരെ ഇവിടുന്ന് ചടയമംഗലത്തു നിന്നും അവരെവിടേക്കാണോ പോകാൻ വന്നത് അവിടേക്ക് തന്നെ അവരെ യാത്ര അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ചടയമംഗലം ഇന്നത്തെ ഈ ദേശീയ ഉളക്കിൽ എല്ലാ മേഖലയിലും സമസ്ത മേഖലയിലുള്ള ആൾക്കാരും വളരെ സഹകരണം തന്നെ ഈ യൂണിയനുകളോട് കാണിച്ചിട്ടുണ്ട്. ഒരു തരത്തിലുള്ളൊരു വാഹനം ഒരു കടയിൽ നിന്ന് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന പിന്നെ അത്യാവശ്യം ഇവിടെ നമുക്ക് ഇവിടെ ചടയമംഗലത്ത് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിനെ തൊട്ടടുത്തായി ഒരു കൊച്ചു ചെറിയ ചായക്കടയുണ്ട്. അത് രോഗികൾ വന്നു പോകുന്നതുകൊണ്ട് അത് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പിന്നീടുള്ളത് ചടയമംഗലത്തെ ടൗണിലെ RR മെഡിക്കൽ സ്റ്റോർ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഇതിനിടയ്ക്ക് മുത്തൂറ്റിൻ്റെ ഒരു സ്ഥാപനം തുറന്ന് പ്രവർത്തിച്ചിരുന്നു. അതപ്പോൾ തന്നെ ഇടപെട്ട് സമരാനുകൂലികൾ അടപ്പിക്കുകയും ചെയ്തു. എന്തുകൊണ്ടും ചടയമംഗലം ഈ ഹർത്താലിൽ പല സമയങ്ങളിൽ ഉണ്ടായിരുന്ന ആ പണിമുടക്കിനേക്കാൾ വളരെ സഹകരണമാണ് ഈ ചടയമംഗലത്തെ എല്ലാ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളും മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളും ഈ സമരത്തോട് അനുകൂലിച്ചിരിക്കുന്നു. ഈ തത്സമയവും ഫലപ്രദമാകട്ടെ. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.